വയനാട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വെള്ളമുണ്ട പഞ്ചായത്തിലെ പാലിയാണ, കരിങ്ങാരി പ്രദേശങ്ങളിൽ പലയിടത്തുമാണിന്ന് കരടിയെ കണ്ടത്. കരിങ്ങാരിയിൽ അല്പസമയം മുൻപ് കരടി നെൽവയൽ മുറിച്ചു കടക്കുന്ന ദൃശ്യമാണ് മാതൃഭൂമി ന്യൂസിൽ ലഭിച്ചത്. ആ ദൃശ്യം ഒന്ന് കാണാം. എം കമലുണ്ട് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി. ഈ കമൽ, ഇനി ഇരുട്ട് വീഴുകയാണ്. ഈ കരടിയെ ഇനി കണ്ടെത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളി കൂടിയാണ്. ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ടോ? എന്താണ് ഈ തിരച്ചിലിനൊക്കെ നേതൃത്വം നൽകുന്നവരൊക്കെ പറയുന്നത്? പൂജ, കരടിയെ മയക്കുവെടി വെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അല്പസമയം മുമ്പ് ലഭിച്ച വിവരം. പക്ഷേ നേരം ഇരുട്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇനി രാത്രി ഈ ദൗത്യം എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് സംബന്ധിച്ച് ആശങ്കയുണ്ട്. ഇന്ന് പകൽ മുഴുവൻ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കരടിയുടെ പിന്നാലെയുണ്ടായിരുന്നു. ഈ വെള്ളമുണ്ട പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഇന്നലെ രാത്രി മുതൽ കരടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. പീച്ചങ്കോട്, കരിങ്ങാരി, പാലിയാണ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കരടിയെ പലരും കണ്ടു. ഉച്ചയോടെ ഒരു തുരുത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും ഒക്കെ ചേർന്ന് ഈ കരടിയെ ഓടിച്ചു കയറ്റുകയായിരുന്നു. ആ തുരുത്തിൽ കുറെ മണിക്കൂറുകളോളം കരടി തുടർന്നു. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്. വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്തൂടെ കരടി ഓടിപ്പോയി അപ്പുറത്ത് ഒരു തീറ്റപ്പുൽ കൃഷിയിടത്തിലേക്ക് കയറി. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും ഓടി തൊട്ടപ്പുറത്ത് ഒരു കുന്നിൻ മുകളിലേക്ക് കരടി കയറിപ്പോയി. ഈ രണ്ട് ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. അതിനുശേഷം ഇത് കക്കടവ് പുഴയുണ്ട്, ചെറിയൊരു പുഴയുണ്ട്. ആ പുഴയോരത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു പറമ്പിലാണ് ഇപ്പോഴുള്ളത് എന്നാണ് പറയുന്നത്. വനം വകുപ്പിന്റെ പൂർണ്ണ സംഘം സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമുണ്ട്, വെറ്ററിനറി ഡോക്ടറുണ്ട്, മയക്കുവെടി വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. വയനാട്ടിലെ 2 ഡിവിഷനുകളുടെയും DFOമാരും ഈ സംഘത്തിനൊപ്പമുണ്ട്. അവർ ഉച്ച മുതൽ ഈ കരടിയെ പിന്തുടരുന്നുണ്ട്. പക്ഷേ ഇനി ഈ നേരം ഇരുട്ടിയാൽ എന്ത് ചെയ്യുമെന്നൊരു ആശങ്കയുണ്ട്. ഏതാണ്ട് 45 മണിക്കൂറാകുന്നു കരടി ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ട്. 3 ദിവസം മുമ്പ് കുറുവദ്വീപിനടുത്ത് ഉള്ള വനമേഖലയിൽ നിന്നാണ് കരടി പുറത്തേക്ക് ഇറങ്ങിയത് എന്നാണ് നിഗമനം. കാരണം അതിനടുത്തുള്ള പയ്യമ്പള്ളി മേഖലയിലായിരുന്നു ആദ്യം കരടിയെ കണ്ടത്. അവിടെ ഒരു വീട്, ഒരു ജനവാസ മേഖലയിൽ ഒരു ഗേറ്റിന് മുന്നിലെ CCTV ദൃശ്യമാണ് ആദ്യം പുറത്തു വന്നത്. നമ്മൾ അന്ന് തന്നെ അത് നൽകിയിരുന്നു. അതിനുശേഷം മാനന്തവാടി ടൗണിനടുത്ത വള്ളിയൂർക്കാവിനടുത്ത കരടിയുടെ സാന്നിധ്യമുണ്ടായി. അതിന് പിന്നാലെ പിറ്റേ ദിവസം എടവക പഞ്ചായത്തിലെ തോണിച്ചാലിൽ ഒരു CCTV ദൃശ്യം ലഭിച്ചു. ഇന്നലെ രാത്രിയാണ് ഈ വെള്ളമുണ്ട പഞ്ചായത്തിലെ പീച്ചങ്കോട് എന്ന സ്ഥലത്ത് കരടിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. അവിടെ ഒരു വീട്ടിൽ കയറി, അടുക്കളയിൽ കയറി വെളിച്ചെണ്ണ കുപ്പിയുമായി കരടി പുറത്തിറങ്ങി. വീട്ടുകാർ ഒച്ച കേട്ട് വരുമ്പോൾ ഈ കുപ്പി, വെളിച്ചെണ്ണ വയനാട്ടിലെ കാലാവസ്ഥയിൽ കട്ട പിടിച്ചാണ് ഇരിക്കുക, ഈ കുപ്പി പൊട്ടിച്ച് വെളിച്ചെണ്ണ എടുക്കാൻ കരടി ശ്രമിക്കുകയായിരുന്നു. കല്ലിലടിച്ച്. അത് വീട്ടുകാർ നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷേ ആളുകളുടെ ശബ്ദം കേട്ടപ്പോൾ കരടി ഓടിമറിഞ്ഞു. അതിന് പിന്നാലെ ഇന്ന് പുലർച്ചെയോടെ ഇവിടെ അടുത്ത് കൊമ്മയാട് എന്ന സ്ഥലത്തെ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിന്റെ അടുക്കള വാതിൽ പൊളിച്ച് കരടി കയറി വെളിച്ചെണ്ണയും പഞ്ചസാരയും ഒക്കെ എടുത്ത് ഭക്ഷിച്ചതായാണ് പള്ളി അധികൃതർ പറയുന്നത്. അവിടെ നേരിട്ടാരും കണ്ടില്ല. പക്ഷേ കരടിയുടെ സാന്നിധ്യം ഒക്കെ തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു. അഭിമുഖീകരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് വാക്കുകളൊന്ന് കേൾക്കാം. എനിക്ക് ഇന്നലെ രാത്രി 12 മണിക്കാണ് പീച്ചങ്കോട് കോൾ വന്നത്. കരടി ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഉദ്യോഗസ്ഥരെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവരെയും കൂടി അവിടെ എത്തിച്ച് രാത്രിയത്തുള്ള ഏകോപനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും അത് നേരെ നമ്മളുടെ എൻ്റെ വാർഡായ പാലാണയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കമൽ തുടരുന്നുണ്ട്. ഇപ്പോൾ കമൽ പറഞ്ഞു നിർത്തിയത് തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിച്ചു കഴിഞ്ഞു. ഈ പകൽ സമയത്തൊക്കെ പോലും ആൾക്കാർ ഇറങ്ങാൻ പേടിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് പോലും കാണാം. നേരം 5:30 സമയത്തോടു കൂടിയുള്ളൊരു ദൃശ്യമാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ കരടി കയറിപ്പോയ സ്ഥലം അത് ആ ദൃശ്യങ്ങളിൽ തന്നെ നമ്മൾ കണ്ടല്ലോ. അവിടെ തന്നെ ആ കരടി ഉണ്ട് എന്ന് തന്നെയുള്ള നിഗമനത്തിലാണോ? ഈ മയക്കുവെടി വെക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാമോ? മയക്കുവെടി വെക്കാൻ നേരത്തെ അനുമതി തേടി എന്ന DFO നമ്മളോട് പറഞ്ഞിരുന്നു. വൈകിട്ടോടെ അതിനുള്ള അനുമതി ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഉദ്യോഗസ്ഥരോട് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ കരടിയുടെ പിന്നാലെയാണ് ഉള്ളത്. എന്തായാലും അത് ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ ഭാഗത്ത് നേരത്തെ നമ്മൾ ആ കരടിയുടെ ദൃശ്യം സ്ക്രീനിൽ കാണുന്നതിന് അപ്പുറത്തൊരു ചെറിയ പുഴയാണ്. പുഴ കടന്ന കരടി പോയിട്ടില്ല എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് തന്നെ ഉണ്ട്. അവിടെ റബ്ബർ തോട്ടങ്ങളാണ്, ചില കാട് പിടിച്ച പ്രദേശങ്ങളുണ്ട്, അങ്ങിങ്ങായി വീടുകളുണ്ട്, ഒരു കള്ളുഷാപ്പുണ്ട്. ആ പരിസരത്താണ് ഇപ്പോൾ കരടി ഉള്ളത്. എന്തായാലും അവിടെ നിന്ന് നീങ്ങി
തുടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ രാത്രി ഏത് രീതിയിൽ ഈ ഓപ്പറേഷൻ നടത്തുമെന്നതിൽ ആശങ്കയുണ്ട്. പകൽ സമയത്തൊക്കെ ഈ ജനവാസ മേഖലയിൽ തന്നെ കരടി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു പ്രദേശമേ അല്ല. ഒരുപാട് അകലെയാണ് വനമേഖലയുള്ളത്. അപൂർവമായി കാട്ടുപന്നിയോ കുരങ്ങോ അത്തരം വന്യമൃഗങ്ങൾ മാത്രമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത്തരം സിറ്റുവേഷൻ നേരിട്ടുള്ള പരിചയം വളരെ കുറവാണ്. എങ്കിലും ജനങ്ങൾ പൂർണ്ണമായും വനംവകുപ്പിനോട് സഹകരിക്കുന്നുണ്ട്. രാവിലെ മുതൽ ആളുകളും അതുപോലെ ജനപ്രതിനിധികളും ഒക്കെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം തിരച്ചിലിനൊക്കെ ഉണ്ട്. ആളുകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതിഷേധമോ അത്തരത്തിൽ തിരച്ചിലിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. എല്ലാവരും ആ വനംവകുപ്പിനൊപ്പം തന്നെയാണ് ഉള്ളത്. പക്ഷേ ആളുകൾക്ക് ഈ ആശങ്കയുണ്ട്. കാരണം ഇത്തരം സിറ്റുവേഷൻ മാനേജ് ചെയ്ത് വനത്തോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ ആകുമ്പോൾ മുൻപ് വന്യജീവികൾ ഇറങ്ങി ഉള്ള പരിചയമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് അത്തരത്തിലുള്ള ഒരു മേഖലയേ അല്ല. ഒരു വർഷം മുമ്പ് ഒരു കടുവ പുതുശ്ശേരിക്കടവിൽ പൂപ്പാടിത്തറയിൽ വെച്ചൊരു കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടിയിരുന്നു. ആ കടുവ ഇതിലൂടെ പോയി എന്നുള്ളത് ഒഴിച്ചാൽ ഈ സമീപകാലത്തൊന്നും ഒരു വന്യജീവിയുടെ സാന്നിധ്യം ഈ കരിങ്ങാരി പാലയാണ മേഖലയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ കടുത്ത ആശങ്കയുണ്ട്. പക്ഷേ വനംവകുപ്പ് തിരച്ചിൽ നടത്തുന്നുണ്ട്, പിടികൂടും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ആളുകളുള്ളത്.